എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTTയിൽ പുതിയതായി റിലീസായതും റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഫസ്റ്റ് ഒരു തെലുങ്ക് മൂവിയാണ് ഗുഡ്ഡചാരി 2. ഗുഡ്ഡചാരി എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഗുഡ്ഡചാരി 2. വലിയ ബഡ്ജറ്റിൽ നിർമ്മിച്ചൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഗുഡ്ഡചാരി 2. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് 21 മുതൽ തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിലെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു മലയാളം മൂവിയാണ് കനവ് കഥകൾ. ഒരു കോമഡി ത്രില്ലർ ചിത്രമാണ് കനവ് കഥകൾ. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് മനോരമാക്സ് ആണ്. മനോരമാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി 2026 ഏപ്രിൽ മാസം റിലീസ് ചെയ്ത ഒരു ഫാമിലി എന്റർടൈനറാണ് മധുവിതു. ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു അരവിന്ദാണ്. സ്ത്രീകൾ വാഴാത്ത വീട് എന്ന നാട്ടുകാരുടെ പരിഹാസത്തിന് പാത്രമായ ആഞ്ഞിലിമുട്ട്ലി തറവാട്ടിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ പ്രമേയം. സർപ്പകോപമുള്ള ഈ തറവാട്ടിൽ സ്ത്രീകൾ അകാലത്തിൽ വിട്ടുപിരിയുമെന്നുള്ള നാട്ടുകാരുടെ അന്ധവിശ്വാസവും അപവാദവും നല്ല രസകരമായ രീതിയിലാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സോണി ലീവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 22-ാം തീയതി മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് തിമ്മരാജ് പള്ളി TV. വി മുനിരാജു സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് തിമ്മരാജു പള്ളി TV. ഒരു ഗ്രാമത്തിൽ ആദ്യമായി ഒരു ടെലിവിഷൻ എത്തുന്നതും ആ ടെലിവിഷനെ ചുറ്റിപ്പറ്റിയുണ്ടാകുന്ന കഥയുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ആഹ OTT പ്ലാറ്റ്ഫോമാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 15 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം മൂവിയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് പോത്തൻ, സജിൻ ഗോപു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അണിയിച്ചൊരുക്കിയൊരു ബ്ലാക്ക് കോമഡി സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. സന്ദർഭത്തിനനുസരിച്ചുള്ള തമാശകളും ഒപ്പം ചിന്തിപ്പിക്കുന്ന നിഗൂഢതകളും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ചിത്രമാണെങ്കിലും സിനിമയുടെ രണ്ടാം പകുതിയും ക്ലൈമാക്സും അല്പം സങ്കീർണമാണെന്നുള്ള പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് മാസം 13-ാം തീയതി മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് നെമസിസ്. ഒരു നിഗൂഢമായ കൊലപാതകത്തെ തുടർന്നുള്ള അന്വേഷണമാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. കുറ്റാന്വേഷണവും സസ്പെൻസും നിറഞ്ഞൊരു ക്രൈം ത്രില്ലർ ഡ്രാമ സീരീസാണ് നെമസിസ്. മെയ് മാസം 14-ാം തീയതി മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ജാക്ക് റയാൻ ഗോസ്റ്റ് വാർ. ജോൺ ക്രാസിൻസ്കി വീണ്ടും മുഖ്യവേഷത്തിലെത്തുന്നൊരു സ്പൈ ത്രില്ലർ സിനിമയാണ് ജാക്ക് റയാൻ ഗോസ്റ്റ് വാർ. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. മെയ് 20 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മമ്മൂട്ടിയെയും മോഹൻലാലിനും കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ രചനയും സംവിധാനം ചെയ്ത് ഒരു ബിഗ് ബഡ് മൂവിയാണല്ലോ പാട്രിയോട്ട്. ഇതിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനും കൂടാതെ ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, രേവതി എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C5ഉം സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C കേരളവുമാണ്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും മെയ് മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഹിന്ദി വെബ് സീരീസാണ് സദ്രംഗി ബദ്ലേക ഗേൾ. പ്രധാനമായും ഒരു റിവഞ്ച് ഡ്രാമ വെബ് സീരീസാണ് സദ്രംഗി ബദ്ലേക ഗേൾ. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. മെയ് മാസം 22 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു ഹിന്ദി വെബ് സീരീസാണ് കർത്തവ്യ. സെയ്ഫ് അലി ഖാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ക്രൈം ത്രില്ലർ സീരീസാണ് കർത്തവ്യ. ഷാരൂഖ് ഖാന്റെ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് നിർമ്മിച്ച് പുൽകിത് സംവിധാനം ചെയ്ത ഈ സീരീസിൽ സെയ്ഫ് അലി ഖാനെ കൂടാതെ രസിക ദുഗൽ, സഞ്ജയ് മിശ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് മാസം 15 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസാണ് ഇൻസ്പെക്ടർ അവിനാഷ്. ഒരു പോലീസ് ഓഫീസറുടെ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ സീരീസ് ഒരുക്കിയിരിക്കുന്നത്. താൻ വിശ്വസിച്ചിരുന്ന സംവിധാനം തനിക്കെതിരെ തിരിയുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാകുന്ന മാനസികാവസ്ഥയാണ് ഈ സീസണിൽ പങ്കുവയ്ക്കുന്നത്. രൺദീപ് ഹൂഡയാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മെയ് 15 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു ഹിന്ദി വെബ് സീരീസാണ് സിസ്റ്റം. സോനാക്ഷി സിൻഹ, ജ്യോതിക എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അശ്വിനി അയ്യർ തിവാരി സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ത്രില്ലറാണ് സിസ്റ്റം. സാമൂഹിക നീതിക്കും നിയമപരമായ പോരാട്ടങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് വ്യത്യസ്തമായ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്നും രണ്ട് സ്ത്രീകൾ അനീതിക്കെതിരെ ഒന്നിക്കുന്നതാണ് ഈ സീരീസിന്റെ പ്രമേയം. മെയ് 22 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു ഇംഗ്ലീഷ് വെബ് സീരീസാണ് സ്പൈഡർ നോയർ. ഒരു സൂപ്പർ ഹീറോ സീരീസാണ് സ്പൈഡർ നോയർ. സാധാരണ സ്പൈഡർമാൻ കഥകളിൽ നിന്നും വ്യത്യസ്തമായി 1930 ന്യൂയോർക്ക് നഗരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സീരീസിന്റെ കഥ നടക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ മെയ് 27 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇത് ഒരു തമിഴ് മൂവിയാണ് നീലിര. സോമീധരന്റെ സംവിധാനത്തിൽ നവീൻ ചന്ദ്ര, വിധു, സ്നാന്ത് എന്നിവർ പ്രധാന വേഷങ്ങളിൽ ഒരു വാർ ഡ്രാമ മൂവിയാണ് നീലിര. യുദ്ധം സാധാരണക്കാരുടെ ജീവിതത്തെ തകർക്കുന്നത് എങ്ങനെയെന്നും അവർ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ആഘാതങ്ങളെ സിനിമ തുറന്നു കാട്ടുന്നു. 1 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ ഇപ്പോൾ C5യുടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഇംഗ്ലീഷ് വെബ് സീരീസാണ് ഗുഡ് ഓമൻസ് സീസൺ 3. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ മെയ് 14 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും.